നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ക്രൂര യാഥാർത്ഥ്യം പലപ്പോഴും നേതാവിന്റെ വാക്കുകളിലല്ല, അവന്റെ പിന്മാറ്റങ്ങളിലാണ് വെളിവാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായികളോട് പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള സങ്കീർണമായ നടപടികൾ നീട്ടിവെക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചതായും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോക വ്യാപാരത്തിന്റെ നാഡിയായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമ്പോൾ പോലും ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന നേതാവിന്റെ ശക്തിയും ധൈര്യവും ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. ലോകത്തിനു മുന്നിൽ കടുപ്പമുള്ള നിലപാടെടുത്തതായി ആവർത്തിച്ച് അവകാശപ്പെട്ട ട്രംപ് നിർണായക ഘട്ടത്തിൽ പിന്മാറാൻ തയ്യാറായിരുന്നുവെന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയിലെ വലിയ വൈരുദ്ധ്യത്തെ തുറന്നുകാട്ടുകയാണ്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള സങ്കീർണ നടപടികൾ നീട്ടിവെക്കാൻ പോലും ട്രംപ് തയ്യാറായിരുന്നുവെന്ന് വ്യക്തമാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/3 കടന്നു പോകുന്ന ഈ കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സൈനിക ഇടപെടൽ ഒഴിവാക്കുക എന്നത് സമാധാനപരമായ സമീപനം എന്നതിലുപരി ശക്തിയില്ലായ്മയുടെ സൂചനയായും പലരും വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. അമേരിക്കൻ ജനതയിൽ യുദ്ധവിരുദ്ധ മനോഭാവം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ സാഹചര്യം. നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്കും വിദേശ ഇടപെടലുകൾക്കും അമേരിക്കക്കാർ തളർന്നിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ യുദ്ധം ആരംഭിക്കുന്നത് രാഷ്ട്രീയമായ അപകടകരമായ നീക്കമായിരുന്നു. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്റെ പിന്തുണ ഉറപ്പാക്കേണ്ട സാഹചര്യത്തിൽ ട്രംപ് കൂടുതൽ സൂക്ഷ്മമായ സമീപനം സ്വീകരിച്ചതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനമെന്ന് കാണാം. സാമ്പത്തിക ഘടകങ്ങളും ഇതിൽ നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നാൽ അതേസമയം വലിയ യുദ്ധം ആരംഭിക്കുന്നത് വിപണികളെ ഇനിയും കൂടുതൽ അസ്ഥിരമാക്കും. അമേരിക്കൻ ഓഹരി വിപണികളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും തകർച്ച നേരിടാൻ സാധ്യതയുണ്ടായിരുന്നു. ട്രംപ് തന്റെ ഭരണകാലത്ത് സാമ്പത്തിക നേട്ടങ്ങളെ പ്രധാന രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച നേതാവാണ്. അതിനാൽ സമ്പദ് വ്യവസ്ഥയെ അപകടത്തിലാക്കുന്ന നീക്കങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയതുമാകാം. അതേസമയം ചിലർ ഈ നിലപാടിനെ ഒരു തന്ത്രപരമായ വിജയമായി കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. യുദ്ധം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യമാകാം, പക്ഷെ അതിന് പിന്നിലെ പ്രക്രിയയും സന്ദേശവും ഈക്വലി പ്രധാനമാണ്. ട്രംപിന്റെ സമീപനം പലപ്പോഴും അനിശ്ചിതത്വവും താൽക്കാലിക കണക്കുകൂട്ടലുകളും അടിസ്ഥാനമാക്കിയതാണ് എന്ന് ഈ സംഭവ വികാസം സൂചിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ ഈ സംഭവ വികാസം ട്രംപിന്റെ നേതൃപരമായ പരിമിതികളെ തുറന്നുകാട്ടുന്ന ഒരു ഉദാഹരണമായി മാറുകയാണ്. ശക്തനായ നേതാവെന്ന ഇമേജ് സൃഷ്ടിച്ചെങ്കിലും നിർണായക നിമിഷങ്ങളിൽ അതിനെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതിനാൽ ഈ സംഭവത്തെ പലരും ഒരു വ്യക്തമായ പരാജയമായി കാണുന്നതിൽ അതിശയോക്തിയില്ല.